ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ സ്കിൻ കെയറും പതിവ് പോലത്തെ സ്കിൻ കെയറും ഹെയർ കെയറും സംഭവങ്ങളും ഒന്നുമല്ല. നമ്മൾ ഇന്ന് കുറേ നാൾക്ക് ശേഷം ലുലു പോകണതാണ്. എപ്പോഴും ഞാൻ ലുലൂസിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ എത്ര നാളായി പോയിട്ട് എന്ന് ആലോചിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ലുലു പോകണതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകണേട്ടോ. എനിക്കിങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ അമ്മയുടെ ഒപ്പൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സോന അമ്മയും കൂടിയാണ് പോണത്. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ തുടങ്ങിയുള്ള വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, വൈകുന്നേരം ആയിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ നമുക്കപ്പോൾ ലുലു പോകാം. റെഡി ആവട്ടെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്നിച്ച് റെഡി ആയാലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്കിന്നൊന്ന് പ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു മോയ്സ്ചറൈസറാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. മോയ്സ്ചറൈസർ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. അത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരം ആയതുകൊണ്ട് എൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എന്തായാലും ലുലു പോകണല്ലേ, അപ്പോൾ നമുക്കൊന്ന് കുറച്ച് ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് പോകാം. പ്രൈമറാണ്. ഈ ഫൗണ്ടേഷൻ എൻ്റെ സ്കിൻ ടോണിൻ്റെ അല്ല, എൻ്റെയൊക്കെ ലൈറ്റാണ്. പക്ഷെ എന്നാലും നമുക്ക് കുറച്ചിടാം, എന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ സ്കിൻ ടോണിൻ്റെ അല്ല കേട്ടോ, ഭയങ്കര ലൈറ്റാണ്. പക്ഷേ എൻ്റെ സ്കിൻ ടോണിൻ്റെ കാണാനില്ല, എവിടെയോ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാനിതങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ച്, അതുകൊണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. കണ്ടോ, കുഴപ്പമില്ല. ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ടല്ലേ, പക്ഷെ എന്നാലത് കുറച്ച് കഴിയുമ്പോഴേക്കും ഓക്കെ ആയിക്കോളും. അപ്പോൾ ഫൗണ്ടേഷൻ റണ്ണായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൗഡർ ഇടാം കേട്ടോ. ഞാൻ എവിടെ പോവുകയാണെങ്കിലും, വെഡ്ഡിങ്ങിന് പോവുകയാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും ഞാൻ പൗഡറാണ് എപ്പോഴും ഇടാറുള്ളൂ. ബനാന പൗഡർ, ലൂസ് പൗഡർ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ഈ പൗഡർ തന്നെയാണ് ഇടാറ്. അല്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ബ്ലഷ് ഇടാം. എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് ഒബ്സഷൻ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട് ഈ ബ്ലഷ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആദ്യം എനിക്ക് ബ്ലഷ് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഇട്ട് തുടങ്ങിയ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലഷ്. നല്ല രസമാണ് ബ്ലഷ് ഇടുമ്പോൾ ഫേസ് ഇരിക്കണ കാണാനായിട്ട്. കണ്ടോ, ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല കേട്ടോ. ഇനി മസ്കാര കണ്ണെഴുതി. എനിക്കിങ്ങനെ നോക്കി എഴുതാൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ മിററിൽ പോയി നോക്കിയിട്ട് എഴുതി. ലിപ് ഗ്ലോസ് ആണ്. അടുത്തത് മാൾസിൻ്റെ ഈ ഒരു ലിപ് ഗ്ലോസ് ആണ് ഞാൻ ഇടുന്നത്. ഇത് ബീഗമാണ് ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ലിപ് ഗ്ലോസ് ആണ്. ഒരു ബോൾഡ് റെഡ് കളറാണ് ഇതിനുണ്ടാവുന്നത്. പിന്നെ ഞാനിപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു സെറ്റിംഗ് സ്പ്രേ. ആകെ ഒരു ഫൗണ്ടേഷനും പൗഡറും മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ, എന്നാലും ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിക്കും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റിംഗ് സ്പ്രേ അടിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ഗ്ലാസ് ലൈക്ക് ഫിനിഷാണ് സ്കിന്നിന് ഉണ്ടാവുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഗ്ലോയി ആയിട്ടിരിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇടാറുണ്ട് കേട്ടോ ഈ സെറ്റിംഗ് സ്പ്രേ. ഇനി അടുത്ത ടാസ്ക് മുടി സെറ്റ് ചെയ്യാം. മുടി സെറ്റ് ചെയ്തിട്ട് വരാം. ഈ കമ്മൽ എങ്ങനെയുണ്ട്? പക്ഷെ കുറച്ച് ഓവർ അല്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ ലുലു പോണേണ്. ഞാൻ കമ്മൽ മാറ്റിയിട്ടോ. പിന്നെ മുടി വെറുതെ ഇങ്ങനെ അഴിച്ചിരുന്നുള്ളൂ. ലുലുവിലപ്പോൾ ഈദിൻ്റെ ഓഫറും കാര്യങ്ങളും ഉണ്ടാകുന്ന നോക്കാം. കാണിച്ചുതരാം, ഈദിൻ്റെ ഓഫറൊക്കെ ഉണ്ടാകുന്ന നോക്കിയിട്ട് വരാം കേട്ടോ. കൈ സ്റ്റക്കായ വിടിപ്പിച്ചരാ. നിക്ക് അതെ, കയ്യിൽ കിടന്ന് അശോ. അപ്പോൾ ഗൈസ് നമ്മൾ ലുലു എത്താറായിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ലുലുവിൽ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഹൈപ്പറിലാണ് കേട്ടോ പോകണത്. ഞാൻ എപ്പോഴും ഹൈപ്പറിൽ മാത്രമേ പോകാറുള്ളൂ. ബാക്കി വല്ല കടയിലും കയറുവാണെങ്കിൽ തന്നെ ആണ്ടിലും കൊല്ലത്തിലൊക്കെ ഉണ്ട് കയറാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലുലുവിൽ എപ്പോഴും പോകണത് ഈ ഹൈപ്പറിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമേ പോകാറുള്ളൂ കേട്ടോ. അതാണ് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഹൈപ്പറിൽ എത്തിയപ്പോൾ ഉണ്ടല്ലോ, റംസാൻ പ്രമാണിച്ച് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ 50% ഡിസ്കൗണ്ടാണ് എല്ലാത്തിനും വരുന്നത്. എല്ലാത്തിനും അല്ല, എന്നാലും
ഒട്ടുമിക്ക സാധനങ്ങൾക്ക് 50% ഉണ്ടായിട്ടോ. ഞാൻ കാണിച്ചു തരാം എന്തിനൊക്കെയാണെന്ന്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നല്ല, ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാനാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് അത്യാവശ്യം നല്ല ഓഫറൊക്കെ ഉണ്ട്, വില കുറവൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂടി കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ച് എടുത്തേക്കണേ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എത്ര റേറ്റാണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ പയ്യെ കണ്ടാൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്താൽ മതി കേട്ടോ. അപ്പം എന്താണ് ഓയിലിനൊക്കെ 250, 269, 249 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. പല ടൈപ്പ് ഓയിലുണ്ടല്ലോ, ബ്രാൻഡിൻ്റെ ഓയിലുണ്ട്, കോക്കനട്ട് ഓയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ ഡബിൾ ഹൗസിൻ്റെ കുട്ടുപൊടിക്കൊക്കെ 249 പിന്നെ ഇവിടേക്ക് ഈ ജ്യൂസസിനൊക്കെ 50% ഉണ്ട്. പിന്നെ ഈ ഡിറ്റർജൻ്റ് അല്ലേ, അതന്നെ തുണി വാഷ് ചെയ്യണം, അതിനൊക്കെ 50% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 50% ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ക്യാഷ്യൂസിനൊക്കെ 499 599 വരുന്നത്. പിന്നെ സോപ്പിനൊക്കെ 50% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. ഈ സ്ക്വാഡിൻ്റെ 5 കിലോൻ്റെ ഡിറ്റർജൻറ്റിന് 299 രൂപയാണ് വരുന്നത്. പിന്നെ നോൺ സ്റ്റിക്ക് തവയ്ക്കൊക്കെ ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 799 രൂപയായിരുന്നു വരുന്നത്. നല്ലതായിരുന്നു. 2155-ൻ്റെയാണ് 799 രൂപയ്ക്ക് വരുന്നത്. അതേപോലെ തന്നെ വേറെ കുറേ തവയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ വാട്ടർ ബോട്ടിൽ നോക്കിയായിരുന്നു കേട്ടോ ഗൈസ്. ഇതിന് നല്ല റേറ്റ് ഉണ്ട് ഗൈസ്. എത്ര 300 400 ആ റേറ്റാണ് കേട്ടോ വരുന്നത്. പ്ലാസ്റ്റിക് കുപ്പിയിൽ ഗിഫ്റ്റ് ഒട്ടിച്ചേക്കാം. എന്തുകൊണ്ടാണ് ആ കുപ്പിക്ക് അത്രയും റേറ്റ് എന്ന് എനിക്ക് മനസ്സിലായില്ല ഗൈസ്. എന്താണെന്ന് വെച്ചാൽ വെറുതെ ഗിൽറ്റൊക്കെ ഒട്ടിച്ച് വെച്ചാണ് ഒരു കുപ്പി. ഇതിനെന്തിന് ഇത്രയും റേറ്റ് എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മളൊരു അവോക്കാഡോ എടുക്കുന്നുണ്ട്. അവോക്കാഡോ ഞാനൊരു വീഡിയോയിൽ കണ്ടാണ്. അതിൻ്റെ നെറ്റ് പൊട്ടിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഉള്ളിലെ ഒരു പൾപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നു. പക്ഷേ ഞാൻ കുറേയൊക്കെ പൊട്ടിച്ച് നോക്കിയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് പച്ചയാണെന്ന്. എന്നാലും ഞാൻ എൻ്റെ ഒരു ഇതിന് പച്ച തന്നെയാണ് കേട്ടോ ഗൈസ് എടുത്തത്. ഞാനൊരു വീഡിയോ കണ്ട് സെറ്റ് ചെയ്യാണ് പോയത്, പക്ഷേ ശരിയായില്ല, ഫ്ലോപ്പായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ഞാനൊരു അവോക്കാഡോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കുറച്ച് പഴവും പച്ചക്കറിയും പിന്നെ കുറച്ച് സ്നാക്സൊക്കെയാണ് ഇനി വാങ്ങാൻ പോകണം കേട്ടോ. അപ്പോൾ ആപ്പിളിനൊക്കെ 269. എൻ്റെ പൊന്നെ, ഞാനിപ്പോഴാണ് ബോർഡ് നോക്കണേ. വീഡിയോ കണ്ടപ്പോഴാണ് ബോർഡ് നോക്കുന്നത്. നല്ല റേറ്റ് ഉണ്ട് ഗൈസ്. പഴത്തിനൊക്കെ ഒരു ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവിടെ പൊടികൾക്ക് മാത്രമേ ഓഫറും കാര്യങ്ങളുള്ളൂ. ആ ഫ്രണ്ടിലുള്ള സാധനങ്ങൾക്ക് മാത്രമാണ് ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ അത് ഈ ബിസ്ക്കറ്റിന് ഓഫറുണ്ട്. ബിസ്ക്കറ്റിന് ഈ ബിസ്കോഫ് ബിസ്ക്കറ്റിന് 80 രൂപയാണ് ഉണ്ടായത്, ഈ ലോട്ടസ് ബിസ്കോഫ്. പിന്നെ ഇതിനൊക്കെ 50% ഓഫ് ഉണ്ട്. ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്ന് ഒരു മാഗി എടുത്തിട്ടുണ്ടായി 48 രൂപയായിട്ടോ. സൺഫീസ്റ്റ് ഈ ഒരു മാഗിക്ക്. പിന്നെ ബ്രൗണീസിനൊക്കെ വില കുറവുണ്ട്, അത്യാവശ്യം കുറച്ച് വില കുറവുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്ന കുക്കീസൊക്കെ കാണാൻ നല്ല രസമില്ല. ഈ പേസ്ട്രീസ് എന്ത് രസമല്ലേ കാണാൻ, കണ്ടിട്ട് തന്നെ കൊതിയായിട്ടും പാടില്ലായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ക്രീം ബൺ വാങ്ങിച്ചു. ക്രീം ബൺ, ഇവിടുത്തെ ക്രീം ബൺ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ക്രീം ബൺ വാങ്ങിച്ചു കേട്ടോ. എനിക്ക് കഴിച്ചിട്ട് എനിക്ക് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ ബട്ടറും വിപ്പിംഗ് ക്രീമൊക്കെയാണ് അതിലുള്ള സംഭവങ്ങൾ. പക്ഷേ ഇതിൽ ബട്ടറിൻ്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കുറച്ചും കൂടി കൂടുതലുണ്ടായത്. എനിക്കിഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. പിന്നെ വൈറ്റ് ഫോറസ്റ്റിനൊക്കെ 499 ആണ്. വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റിനൊക്കെ 499 ആണ് കേട്ടോ വരുന്നത് 1 കിലോന്. നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വെച്ച് തിരിച്ച് വീട്ടിൽ പോകണതാണ്. വീട്ടിലെത്തിയപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് കഴിച്ചത് ഈ ഒരു ക്രീം ബണ്ണാണ് കേട്ടോ. 40 രൂപയാണ് വരുന്നത്. ഞാൻ ഇത് കഴിക്കാനായിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.